ഹായ് സ്റ്റുഡൻസ്, കീം 2025 എഞ്ചിനീയറിംഗ് സെക്കൻഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സോ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കോളേജിൽ ലഭിച്ചിട്ടുള്ള അലോട്ട്മെന്റ് മെമ്മോ ഉണ്ടാവും. അത് നിങ്ങൾ കൃത്യമായി നോക്കണം. c.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട്സ് നോക്കാൻ സാധിക്കുക. നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് നിങ്ങൾക്ക് റിസൾട്ട്സ് അറിയാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് അലോട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ അലോട്ട്മെന്റ് മെമ്മോ വരും. അതേപോലെ തന്നെ ഒരു ഡാറ്റാ ഷീറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഹോം പേജിൽ ഡാറ്റാ ഷീറ്റ് എന്ന് ഐക്കൺ ഉണ്ടാവും. അതും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അലോട്ട്മെന്റ് മെമ്മോ കൃത്യമായി പ്രിന്റ് ഔട്ട് ചെയ്ത് സൂക്ഷിക്കണം. കാരണം ഇനിയുള്ള ഫർദർ പർപ്പസിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ്. അതുകൊണ്ട് അലോട്ട്മെന്റ് മെമ്മോ എല്ലാവരും പ്രിന്റ് എടുക്കണം, അത് മറക്കരുത്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഈ പ്രാവശ്യം അല്ലെങ്കിൽ ഈ സെക്കൻഡ് അലോട്ട്മെന്റ് വഴി നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 31-ാം തീയതി ഇന്ന് മുതൽ 4-ാം തീയതി വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള ഓൺലൈൻ വഴിയോ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ ഫീസ് അടയ്ക്കാനുള്ള പേയ്മെന്റ് ഓപ്ഷൻ അതിൽ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അതും നിങ്ങൾ ചെയ്യണം. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിന്നും ചേഞ്ച് ഉള്ളവർക്കും എക്സ്ട്രാ എന്തെങ്കിലും ഫീസ് അടയ്ക്കാനുണ്ടെങ്കിൽ അതും നിങ്ങൾ ഓൺലൈനായിട്ടോ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസായിട്ടോ ഈ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമായിട്ടും അവർ പറയുന്നുണ്ട്. ഇതിന് ശേഷമായിരിക്കും തേർഡ് അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോളേജ് ജോയിനിങ് ആണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പം നിലവിൽ എഞ്ചിനീയറിംഗിന് ഒരു ഓപ്ഷൻ അലോട്ട്മെന്റ് ആയിട്ടുള്ളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ പറഞ്ഞ അലോട്ട്മെന്റ് മെമ്മോ ഡാറ്റാ ഷീറ്റും അതേപോലെ അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും വെച്ചിട്ട് കോളേജിൽ ജോയിൻ ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, നിലവിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും 1-ാം ഘട്ട അലോട്ട്മെന്റ് തുടരുന്നവരുൾപ്പെടെ, നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് തന്നെ കീപ്പ് ചെയ്യുന്നവരാണെങ്കിൽ അവരുൾപ്പെടെ പറയുന്നൊരു കാര്യം, എല്ലാ വിദ്യാർത്ഥികളും അലോട്ട്മെന്റ് മെമ്മോ പ്രകാരമുള്ള കോളേജുകളിൽ 31/7/2025 മുതൽ 4/8/2025 വൈകുന്നേരം 3 മണിക്കകം പ്രവേശനം നേടിയിരിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ കൃത്യമായി ഇപ്പം എനിക്കിപ്പം തേർഡ് അലോട്ട്മെന്റിലേക്ക് പോകണം, അപ്പോൾ ഞാൻ പ്രോപ്പർ ഫീസ് അടച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്ലോസ് വെച്ച് ഞാൻ കോളേജസിൽ ഹാജരാവുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഹയർ ഓപ്ഷൻസ് ഉൾപ്പെടെ കട്ട് ചെയ്തവരെ തേർഡ് അലോട്ട്മെന്റിൽ കൺസിഡർ ചെയ്യാത്തൊരവസ്ഥ വരും. അതുപോലെ നിങ്ങളുടെ കാൻഡിഡേച്ചറിനെ ബാധിക്കാനുള്ള വളരെയധികം സാധ്യതകളുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് c.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറി സെക്കൻഡ് അലോട്ട്മെന്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങൾക്ക് കിട്ടിയ കോഴ്സും കോളേജ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.